ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ബ്രോക്കൺ, റിഗ്രറ്റ് ആൻഡ് റീയൂണിയൻ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്വയം വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അവര് നിങ്ങളിലേക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവരുടെ ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളോട് പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു അകൽച്ചയിൽ സ്വയമേ തന്നെ വരുത്തി വെച്ചതാണല്ലോ എന്നുള്ളൊരു ചിന്തകളാണ് മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ തന്നെ സ്വയം വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അകൽച്ച അവരിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. പ്രകടിപ്പിക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം നാള് അവരൊരു ഈഗോ വെച്ചിട്ട് ഒരു ആക്ഷനും എടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോ ആ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ സ്നേഹത്തെയും പ്രകടമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ reunion ആ വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരികെ വരാനും ആഗ്രഹിക്കുകയാണ്. അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ അവരെ പൂർത്തീകരിക്കാതെ മാറ്റി നിർത്തിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അവർ ഇനി ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സാഹചര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാം.